ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. രാമ 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 പാഹി മാം. രാമ 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 സീതാരാമ രാമ 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 സീതാരാമ രാമ രാമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനം, ശാന്തി, ഈശ്വരകൃപയും ആയുരാരോഗ്യവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഇന്ന് രാമായണം കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതിൻ്റെ ബാക്കി അങ്ങോട്ട് വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അഗസ്ത്യ മഹാമുനിയുടെ സ്തുതിപ്പുകളാണ്, സുഭാഷിതം, അതൊക്കെയാണ് നമ്മൾ വായിച്ചത്. കാരണം ഭഗവാന് വില്ലുമൊക്കെ അഗസ്ത്യ മഹാമുനി കൊടുത്തു. പിന്നെ ശ്രുത്വൈ തൽസ്തോത്രം സാരം അഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ച് അഗസ്ത്യ പാദാംബുജം. അഗസ്ത്യ മഹാമുനിയുടെ നിന്ന് ചാപം വില്ലൊക്കെ വാങ്ങിച്ചിട്ട് നിക്ഷേപിച്ച് വെച്ചിട്ട് ഭഗവാൻ ശ്രീരാമൻ അഗസ്ത്യ മഹാമുനിയുടെ പാദത്തിൽ വീണ് നമസ്കരിച്ചിട്ട് പിന്നെ യാത്രയും അയപ്പിച്ചു. അങ്ങനെ അവർ മൂവരും കൂടെ സുമിത്രാത്മജനോടും കൂടി ജാനകിയോട്, അത് 3 പേരും കൂടെ എഴുന്നള്ളിയിടും നേരം അങ്ങനെ അവർ എവിടേക്കാണ് പോകുന്നത്? പിന്നെ ഗൗതമീ തീരെ എന്നുള്ളൊരു ആശ്രമം ചമച്ച് പഞ്ചവടിയിലേക്ക് അഗസ്ത്യ മഹാമുനി പറഞ്ഞതനുസരിച്ച് അദ്ദേഹം അനുഗ്രഹം കൊടുത്ത് ചാപമൊക്കെ കൊടുത്ത് അവിടേക്ക് അയക്കുവാണ്. ഇനി അവിടേക്ക് പോകുന്ന വഴിക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ ജടായു സംഗമം, ജടായുവിനെ കണ്ടുമുട്ടും. ആദ്യമേ അങ്ങനെ കണ്ടുമുട്ടുന്നതിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ജടായു വെച്ചാൽ പക്ഷി. അവസാനം ഈ സീതയും കൊണ്ടൊക്കെ പോകുമ്പോൾ ആ പക്ഷി കണ്ട് രാവണനെ ഇവിടെ യുദ്ധം നടക്കുമ്പോഴല്ലേ ചിറകൊക്കെ കണ്ടിച്ച് പിന്നെ ഇടുന്നതൊക്കെ. അതുകൊണ്ട് ഇതിപ്പം പോകുന്ന വഴിക്ക് കണ്ടിട്ട് ഭഗവാന്റെ ദാസനായിട്ട് ഭഗവാന്റെ കൂടെ ചേർത്ത് വയ്ക്കും. അതാണിത്. ഭഗവാനി സർവേശ്വരൻ. എല്ലാ മക്കൾക്കും നമസ്കാരം. എല്ലാവർക്കും ലോകാസമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് ഈശ്വരന് ഇഷ്ടം. നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വായിക്കാം. അദ്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷം. അദ്രിശൃംഗാഭം, ആഭം മനോഹരം, കൊടുമുടി പോലെ ശോഭിച്ച് കിടക്കുക ആ പോകുന്ന വഴിക്ക്. ഇവർ മൂവരും കൂടെ പോകുമ്പോൾ തത്ര പദ്ധതി മധ്യേ, പദ്ധതി വഴി മധ്യേ കണ്ടു പത്രിസത്തമനാകുന്ന വൃദ്ധനാകുന്ന ജടായുവിനെ കണ്ടു. എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോട് ചൊന്നാൻ. ലക്ഷ്മണനോട് അപ്പോഴും വിസ്മയം പൂണ്ട് ശ്രീരാമൻ പറയുന്നു, എത്രയും വളർന്നൊരു വിസ്മയം, ഇത് പർവ്വതം പോലെ ശോഭിച്ചടക്കുക ഈ വഴിമധ്യേ ഈ ജടായു, ഈ പക്ഷി. അപ്പോൾ ശ്രീരാമൻ ഇത് കണ്ട് വിസ്മയമുണ്ട്, എന്ത് ഇത്രയും നല്ല ശോഭയോട് കിടക്കുന്നേ. അദ്രിശൃംഗാഭം, കൊടുമുടി പോലെ ശോഭം, ആഭം മനോഹരം, അദ്രിശൃംഗ ആഭം. തത്ര പദ്ധതി മധ്യേ, അവർ പോകുന്ന വഴിക്ക് ഇങ്ങനെ കിടക്കുന്നു. അത് പത്രിസത്തമനാകുന്ന വൃദ്ധനാം ജടായുഷം. എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ട് രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോട് ചൊല്ലുന്നു. എന്താ പറയുന്നത്? ലക്ഷ്മണനോട് ഭഗവാൻ പറയുന്നത്, രാക്ഷസാം പ്രവര നീ കിടക്കുന്നതു മുനി ഭക്ഷകനിവനെ നീ കണ്ടതില്ലയോ സഖേ. ലക്ഷ്മണ, നീ കാണുന്നില്ലേ, ഇത് രാക്ഷസാം പ്രവര നീ കിടക്കുന്നത് രാക്ഷസനാണെന്ന്. പർവ്വതം പോലെ കിടക്കുമ്പോൾ അങ്ങനെ തോന്നും. അതുകൊണ്ട് ഇത് മുനി ഭക്ഷകൻ, മുനിമാരെയൊക്കെ ഭക്ഷിക്കുന്നതാണ് ഇവൻ. അതുകൊണ്ട് നീ അത് കണ്ടതില്ലയോ സഖി. അതാ രോഷം ഉണ്ടായത്.
അത്ര ശോഭയോടുകൂടിയ ഒരു പർവ്വതം പോലെ കിടക്കുന്നെങ്കിൽ ഇത് അത്രയും വലിയൊരു പർവ്വതം പോലെ കിടക്കൊണ്ട് ഈ ഇത് എന്തോ പറയുന്നത് പിന്നെ മുനിമാരെയൊക്കെ ഭക്ഷിക്കുന്നതാണെന്ന്. അതുകൊണ്ട് നീ കണ്ടില്ലയോ? വില്ലിഞ്ഞു തന്നിടു നീ ഭീതി ഉണ്ടാകൊല, കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. അതുകൊണ്ട് നീ വലിയ അമ്പുകൻ തരൂ, നിനക്ക് ഭയം ഉണ്ടാകണ്ട, ഇവനെ ഞാൻ കൊല്ലാം. ഇനിയിപ്പോൾ സമയം പെട്ടെന്ന് തന്നെ ഇതൊക്കെ വൈകാതെ ഇനിയിപ്പോൾ. കാരണം ശ്രീരാമൻ വിചാരിക്കുന്നത് ഇത് മുനിമാരെയൊക്കെ ഭക്ഷിക്കുന്ന ഏതൊരു പക്ഷിയാണെന്നാണ്. അപ്പോൾ ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നത് കേട്ട് പക്ഷി ശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ. അപ്പോൾ ഈ പക്ഷി വിഷമിച്ചു ഭയന്നിട്ട് പറയുന്നു. എന്താ പറയുന്നത്? പക്ഷി ശ്രേഷ്ഠൻ കേട്ടല്ലോ ഇങ്ങനെ പറയുന്നവൻ മുനിമാരെ ഭക്ഷിക്കുന്നതാണ്, അതുകൊണ്ട് ഇവനെ വെച്ചേക്കണ്ട, അവനെ കൊല്ലണം എന്ന് ശ്രീരാമൻ പറഞ്ഞു. വില്ലു അമ്പൊക്കെ തരൂ, നീ ഭയക്കണ്ട. അതുകൊണ്ട് അപ്പോൾ പക്ഷി ശ്രേഷ്ഠൻ ഇത് കേട്ട് എന്താ പറഞ്ഞു? ഭയന്നിട്ട് പറയുന്നു, വധ്യനല്ലഹം തവ താതനു ചെറുപ്പത്തിൽ എത്ര ഇഷ്ടനായ വയസ്സനറിഞ്ഞാലും. അതുകൊണ്ട് ശ്രീരാമൻ ഭഗവാന്റെ അച്ഛൻ ദശരഥ മഹാരാജാവ് വനത്തിലൊക്കെ വരുമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ വധ്യനല്ല, ഞാൻ മരിക്കേണ്ടുന്നവനല്ല. വധ്യൻ വെച്ചാൽ മരണം ആണ് വധ്യൻ. അതല്ല, ഞാൻ വധ്യനല്ല, ഞാൻ മരിക്കേണ്ടുന്നവനല്ല. തവ അങ്ങയുടെ താതന് ദശരഥ മഹാരാജാവിന് ചെറുപ്പത്തിൽ എത്ര ഇഷ്ടനായ വയസ്സിനറിഞ്ഞാൽ അന്ന് എന്നെ അത്രമാത്രം ഇഷ്ടമായിരുന്നു ദശരഥ മഹാരാജാവിനെന്നാണ് ഈ പക്ഷിശ്രേഷ്ഠൻ പറയുന്നത്. ഞാൻ മരിക്കേണ്ടുന്നവനല്ല, അങ്ങയുടെ അങ്ങയുടെ പിതാവായ ദശരഥ മഹാരാജാവിൻ്റെ വയസ്സനായിരുന്നു. അത്ര നല്ല ദാസനായിരുന്നു ഞാൻ. അതുകൊണ്ട് മനസ്സിലാക്കൂ, നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തേടുവൻ, ഹന്തവ്യനല്ല ഭവൽ ഭക്തനാം ജടായു ഞാൻ. അങ്ങേക്കും ഞാൻ എന്ത് ഉപകാരം, കാരണം നിന്തിരുവടിക്കും ശ്രീരാമ ഭഗവാനും ഞാൻ ഇഷ്ടത്തെ ചെയ്യാൻ, ഞാൻ എന്താ അവിടേക്ക് ഇഷ്ടം അത് ഞാൻ ചെയ്തിരിക്കും. അതുകൊണ്ട് ഞാൻ ഹന്തവ്യനല്ല, ഞാൻ മരിക്കേണ്ടവനല്ല, ഭഗവൽ ഭക്തനാ ഞാൻ, അങ്ങയുടെ ഭക്തനാൻ ജടായുവാണ് ഞാനെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മളിങ്ങനെ ഓരോരുത്തരും പറയുന്നുണ്ടോ? നമുക്ക് ഇതുപോലെ പറയണം, ഭഗവാനെ ഞാൻ അങ്ങയുടെ ദാസനാ, എനിക്ക് എന്ത് വന്നാലും ഞാൻ ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങക്ക് എന്താണ് ഇഷ്ടം അതൊക്കെ ഞാൻ ചെയ്യും, ഞാൻ വധിക്കേണ്ടതല്ല, ഞാൻ എന്നെ വിഷമിപ്പിക്കണല്ലേ, എനിക്ക് എല്ലാം കൊണ്ട് ഞാൻ ഭഗവാന്റെ ഭക്തനാണ്, ഞാൻ അവരുടെ ദാസനാണ്. നമുക്കും ഓരോരോ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കി തരല്ലേ ഭഗവാനെ, ഞാൻ എന്തും ദാസ്യമേല ഭഗവാന്റെ ദാസനായിട്ട് ഞാൻ കഴിയാൻ, അങ്ങയുടെ ഭക്തനാണ് ഞാൻ. രോഗമായി കിടക്കാനോ അതല്ല പീഡിതനാകാനോ അതുമല്ല ഒരു വിഷമം കൊണ്ടും കിടക്കാനുള്ളവനല്ല ഭഗവാനെ, ഞാൻ അങ്ങയുടെ ദാസന, അല്ലെങ്കിൽ അങ്ങയുടെ മകനാ മകളാ. നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും അങ്ങനെ പറയണം. ഈ പക്ഷി പറയുന്നത് പോലെ നമ്മൾ പറയണം, ഭഗവാനെ ഞാൻ എനിക്ക് അസുഖമുണ്ട്, അല്ലെങ്കിൽ രോഗങ്ങൾ മൂർച്ഛിച്ചിരിക്കുന്നു, ഞാൻ അങ്ങനെ കിടക്കേണ്ടുന്നവനാണോ അവളാണോ? അങ്ങയുടെ ദാസനല്ലേ, ദാസിയല്ലേ, അങ്ങയുടെ ഭക്തനല്ലേ, അങ്ങയുടെ മക്കളല്ലേ, ഞാൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ടുന്നതാണോ? അല്ലെങ്കിൽ എനിക്ക് മരണ സമയം ആയോ ഇപ്പോഴേ? അങ്ങനെയൊക്കെ നമ്മൾ ഓരോരുത്തരും ഭഗവാനോട് ചോദ്യം ചെയ്യണം. ഈ പക്ഷി അങ്ങനെ ചോദിച്ചു, ഞാൻ വധിക്കപ്പെടേണ്ടവനല്ല, അങ്ങയുടെ ദാസനാണ്, അങ്ങയുടെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ആരാലും വയസ്സനായിരുന്നു. അങ്ങനെ ഒരു പക്ഷി പറഞ്ഞു തരുമ്പോൾ നമ്മളെന്താ അത് പഠിക്കാത്തത്? നമ്മൾ ഇതുപോലെ വേദനയോടുകൂടി പറയണം. നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ ഭഗവാനെ ഞാൻ ഇങ്ങനെ അനുഭവിക്കണമെന്നവളാണോ, ഞാൻ അങ്ങയുടെ ശിഷ്യയല്ലേ, അങ്ങയുടെ ഭക്തനല്ലേ, അല്ലെ ഭക്തയല്ലേ, അങ്ങയുടെ മക്കളല്ലേ എന്നങ്ങോട്ട് ചോദിക്കണം. അപ്പോൾ ഭഗവാന് അത്രത്തോളം സ്നേഹം ഉണ്ടാവും. നമ്മുടെ ചോദ്യം പോലെ ഇരിക്കും നമ്മുടെ ഉള്ളം അത്രമാത്രം വിഷമിച്ച് വേദനിച്ച് അങ്ങനെ അത്രമാത്രം എന്തായാലും പറയേണ്ടുന്നത്. അങ്ങനെ ഒരു വേവധു നമുക്ക് വേണം. അപ്പോൾ നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ, അങ്ങേക്ക് ഞാൻ എന്ത് ഇഷ്ടവും ഞാൻ ചെയ്തു തരും, ഹന്തവ്യനല്ല ഭവൽ ഭക്തനാ ജടാ, അങ്ങയുടെ ഭക്തനാണ് ഞാൻ എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ടു നാഥൻ. അത്രയും കേട്ടോ ഭഗവാന് അത്രത്തോളം സന്തോഷം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ സംസാരം പോലെ നമ്മുടെ അത്രമാത്രം ഉള്ളഴിഞ്ഞ എന്താ പറയുക, ആ ഭക്തിയും സ്നേഹവും ഈശ്വരൻ്റെ ആരോ ആണ് നമ്മൾ. അപ്പോഴും അവിടെ ഒന്നായി തീരുന്ന ആ ചോദ്യം അങ്ങനെ വരും, ഭഗവാനെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നതാണോ? ഒന്ന് ആലോചിച്ച് നോക്ക് കണ്ണാ, എന്താ എനിക്കിങ്ങനെ, ഞാൻ അങ്ങയുടെ ഭക്തയല്ലേ, എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ വരാനുള്ള കാരണം എന്താ? ഭഗവാന് കണ്ടില്ലേ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാര്യം എന്താ?
ഞാൻ അങ്ങയുടെ ഭക്തയല്ലേ, അല്ലെ മകളല്ലേ, അല്ലെ ഒരു ദാസനോ ദാസിയോ അല്ലേ എന്ന് ചോദിക്കണം നമ്മൾ. അങ്ങനെ ചോദിക്കും. നമ്മുടെ ചോദ്യം പോലാണ് ഭഗവാന് സ്നേഹം ഉണ്ടാകുന്നത്. അപ്പോൾ ഭഗവാൻ നമ്മൾ അത് എൻ്റെ കുഞ്ഞ് തന്നെയാ, അവിടെ ഉള്ളം അങ്ങ് അത്, അപ്പോൾ ഭഗവാന്റെ ഉള്ളം അങ്ങനെ അങ്ങ് കനിയും നമ്മുടെ ചോദ്യം കേൾക്കുമ്പോൾ. അങ്ങനെ നമ്മൾ ആകാത്തത് എന്താ, നമ്മളങ്ങനെ ചോദിക്കാത്തത് എന്താ, നമ്മളെന്താ അന്യരെ പോലെ ഇരിക്കുന്നത്? അതാ എനിക്ക് അറിയാത്തത്. എല്ലാവർക്കും ഭഗവാനോട് ചോദിക്കാൻ ഇത്ര പ്രയാസം എന്താ? ഒന്നാവുക. നമ്മുടെ പിതാവാണ് ഭഗവാൻ, പരമാത്മാവാണ് കൃഷ്ണൻ. അപ്പം നമുക്ക് ചോദിക്കാം. ശ്രീരാമ, ആ ഭഗവാനും അത് തന്നെയാണ്, നമുക്ക് ചോദിക്കാം. അതുകൊണ്ട് എന്നിവ കേട്ട് ബഹുസ്നേഹം ഉൾക്കൊണ്ട് ശ്രീരാമൻ നാഥൻ ആ രോഷം അങ്ങ് പോയി. ഞാൻ വധിക്കപ്പെടേണ്ടവനല്ല, അങ്ങയുടെ എന്താ പറയുക, അങ്ങയുടെ വയസ്സിനറിഞ്ഞാൽ ഞാൻ അവിടുത്തെ ദാസനാണ്. അങ്ങയുടെ പിതാവ് ഇവിടെയൊക്കെ വരുമ്പോൾ അവിടുത്തെ ഇഷ്ടം ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. അത്ര സ്നേഹമായിരുന്നു പിതാവിന്. അങ്ങേക്കും അതുപോലെ ഞാൻ ചെയ്യും, എനിക്ക് അത്രമാത്രം ഇഷ്ടമാണ്. അപ്പോൾ എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ടു നാഥൻ നന്നായി ആശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം. അപ്പോൾ ഭഗവാൻ ശ്രീരാമൻ അനുഗ്രഹം കൊടുക്കുന്നു. ചോദിച്ച് വാങ്ങിക്കാനും കൊണ്ട് ഒരു എന്താ വേണം, അതിനൊരു നാക്ക് വേണമെന്ന് പറയുന്നത് പോലെ ഭഗവാനോട് ചോദിക്കാനും ഒരു പ്രത്യേകത വേണം. നമുക്ക് മനുഷ്യരോടൊക്കെ എന്തൊക്കെ പറയാം, എന്തെല്ലാം രീതിയിൽ കെഞ്ചാം, പക്ഷെ ഭഗവാനോട് എന്താ ചോദിച്ചാൽ ആർക്കും അതറിയില്ല. അതാണ് എനിക്ക് എന്താ ഇത്ര അജ്ഞാനം. ഭഗവാനല്ലേ നമുക്ക് എല്ലാവർക്കും ഉള്ള ഉടയനല്ലേ. അപ്പം നമ്മളത് ഭഗവാനോട് പറയണം. വേണ്ടുന്ന ദുഃഖ ദുരിതങ്ങളെല്ലാം ഭഗവാനോട് പറയണം. എന്നിട്ട് നമ്മൾ അങ്ങനെ ആയി എല്ലാം നമ്മുടെ പ്രായങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ഭഗവാന്റെ പാദത്തിൽ നമസ്കരിക്കാനായിട്ട് അങ്ങ് ഇരിക്കണം. പിന്നെ നമുക്ക് എല്ലാം നിറഞ്ഞ് കവിഞ്ഞാൽ പിന്നെ ഒന്നും ചോദിക്കണ്ട, ഈശ്വരനായിട്ട് ലയിച്ച് മാറണം. അത് ഒരു പ്രായം കഴിയുമ്പോൾ ഒരു 40, 45, 50 വയസ്സ് വരെയൊക്കെ നമുക്ക് മക്കൾക്ക് വേണ്ടി, നമ്മുടെ ദുഃഖ ദുരിതങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇതുപോലെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യണം. പോകെയാണ് പിന്നെ എല്ലാം ഒന്നായി നമുക്ക് ഈശ്വരൻ്റെ പാദാംബുജത്തിൽ തന്നെ വസിച്ചാൽ മതി. ഒന്നും നമുക്ക് ആവശ്യമില്ല. നേരായ കാര്യങ്ങളെല്ലാം നേരെ ഭഗവാൻ നടത്തിക്കൊള്ളുന്നവരെ ഉറപ്പ് നമുക്ക് വരും. അപ്പോഴത്തേക്ക് ഇങ്ങനെ ആയാൽ, അല്ലെങ്കിൽ ഒരിക്കലും വരത്തില്ല. നമ്മൾ ഒരു സമയത്ത് ഇതെല്ലാം അങ്ങനെ ചോദ്യോത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സമയം കഴിയുമ്പോൾ നമുക്കെല്ലാം നിറഞ്ഞ് അധികം വരും, മറ്റുള്ളവർക്ക് കൊടുക്കാൻ കിട്ടും. അപ്പോൾ പിന്നെ നമുക്കൊന്നും വേണ്ട, എല്ലാം നിറവാ. പിന്നെ എന്താ, പിന്നെ എപ്പോഴും അതുപോലെ പ്രാർത്ഥനയും ഇങ്ങനെ ആരാധനയൊക്കെ ചെയ്ത് ഇങ്ങനെ മറ്റുള്ളവർക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഇതുപോലെ പറഞ്ഞ് കൊടുത്തും ഒക്കെ അങ്ങ് ഇരുന്നാൽ മതി. പിന്നെ നമുക്ക് എപ്പോഴാന്ന് വെച്ചാൽ അന്നേരം ഭഗവാൻ നമ്മളെ വിളിച്ചുകൊണ്ട് പോയിക്കോളും. എങ്കിൽ ഞാൻ ഇരിപ്പതിനടുത്ത് വസിക്ക നീ. ഭഗവാൻ അനുഗ്രഹം കൊണ്ട് എന്താ പറയുക, എങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങേക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ ചെയ്തിരിക്കും. ഞാൻ വധിക്കപ്പെടേണ്ടവനല്ല, അങ്ങയുടെ പിതാവിന് ഞാൻ ഇഷ്ടം ചെയ്ത് കൊടുത്തു. ഞാൻ അങ്ങയുടെ വയസ്സിനെന്നറിഞ്ഞാലും. അപ്പോൾ ഭഗവാൻ എന്താ കൊടുത്തത്, സന്തോഷ സ്നേഹം വന്നപ്പോൾ എന്തു പറയുന്നു, എങ്കിൽ ഞാൻ ഇരിപ്പതിനടുത്ത് വസിക്ക നീ. ഭഗവാന്റെ അടുക്ക തന്നെ നീ വസിക്കുക. സങ്കടമിനി ഒന്നുകൊണ്ടുമേ നിനക്കില്ല. ഇനി ഒന്നുകൊണ്ട് നിനക്ക് സങ്കടമില്ല. ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനത്, കഷ്ടം ഞാൻ അറിഞ്ഞില്ല, ഞാൻ എന്താ തെറ്റിദ്ധരിച്ചു പോയല്ലോ. ആ ശങ്കിച്ചേന് ഞാൻ കാരണം ഭഗവാൻ അറിയാതെ പറഞ്ഞു പോയില്ലയോ വധിക്കണമെന്ന്. അപ്പോൾ ഞാൻ ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനത്, കഷ്ടം. കിങ്കര പ്രവരനായി വാഴക മേൽ ഭവാൻ. കിങ്കരൻ്റെ ദാസനായി എൻ്റെ അടുക്കയിൽ കഴിയൂ. അത്രയും ഒരു അനുഗ്രഹം കൊടുത്ത് നമുക്കും അത് വാങ്ങിക്കണം, നമുക്കും അത് മേടിക്കണം. എൻ്റെ മക്കൾ ഇത് കേട്ട് മനസ്സിലാക്കിയിട്ട് ഭഗവാനോട് അത്രത്തോളം അഭയം പറയണം. അപ്പോൾ ഒന്നിനൊരു മുട്ട് വരത്തില്ല. ആ ചോദ്യത്തിൽ കിടക്കാണ്. എങ്കിൽ അത്രയും ഭാഗം പറഞ്ഞു ഇദ്ദേഹം, ഈ പക്ഷിശ്രേഷ്ഠൻ പറഞ്ഞു, ഞാൻ വധിക്കപ്പെടേണ്ടതല്ല, അങ്ങയുടെ ദാസന, അങ്ങയുടെ പിതാവിൻ്റെ ദാസനായിരുന്നു, ഞാൻ എന്തും ഇഷ്ടവും ചെയ്തു കൊടുക്കുമായിരുന്നു, അങ്ങേക്ക് ഞാൻ എന്തും ചെയ്തു തരും, അങ്ങയുടെ ദാസന വയസ്സന എന്ന് പറഞ്ഞപ്പോൾ, എങ്കിൽ എത്രത്തോളം സ്നേഹവും അനുഗ്രഹവും കൊണ്ടു, എങ്കിൽ ഞാൻ ഇരിപ്പതിനടുത്ത് എൻ്റെ അടുത്ത് തന്നെ വസിക്കണം. സങ്കടം ഇനി ഒന്നുകൊണ്ടുമേ നിനക്കില്ല. അതുപോലെ നമ്മൾ വാങ്ങിക്കണം. ഇത് യഥാർത്ഥമായ കാര്യം. ആ കാര്യം ഇപ്പോഴും നമുക്ക് നേടാം. നമ്മളൊരു പക്ഷിയാണ് എന്ന് കരുതുക. അപ്പോൾ നമുക്കും ഇതുപോലെ ചോദിക്കുമ്പം ഭഗവാനും പറയും, നിനക്കിനി ഒന്നുകൊണ്ട് എൻ്റെ അടുക്കൽ തന്നെ നീ ഇരുന്നോളൂ, ഭഗവാന്റെ പാദപീഠത്തിൽ തന്നെ ഇരുന്നോളൂ, നിനക്കിനി ഒന്നുകൊണ്ട് സങ്കടമില്ല എന്ന് ഭഗവാൻ പറയും. അതുപോലെ സങ്കടമിനി ഒന്നുകൊണ്ടുമേ നിനക്കില്ല. ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനത്, കഷ്ടം എന്ന് ഭഗവാൻ പോലും വിഷമിച്ചു വന്ന് അങ്ങനെ ആയിപ്പോയല്ലോ ഭഗവാൻ. കാരണം പറഞ്ഞു പോയല്ലോ, വെല്ലോ അമ്പുഞ്ഞ് തരൂ, ഞാനിവനെ വധിക്കാം എന്ന് പറഞ്ഞില്ലയോ ഒരു പാവം പക്ഷിശ്രേഷ്ഠനെ. അപ്പോൾ ഭഗവാൻ അത്രത്തോളം വിഷമം ഭഗവാന്റെ ഉള്ളിലും വരും. ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനത്, കഷ്ടം. കിങ്കര പ്രവരനായി വാഴുക മേലിൽ ഭവാന്, മേലിൽ എൻ്റെ ദാസനായി കഴിയുക എന്ന് പറഞ്ഞ് അത്രയും പോരെ. നമുക്ക് ഇത്ര ഒരു വാക്ക് കിട്ടിയാൽ പോരെ. അത് കിട്ടിക്കാൻ എന്താ മാർഗം, ഇതുപോലെ നമ്മളും പറയണം.
ആർക്കും പറയാൻ അറിയില്ല. അതാണ് സംഭവം. പഞ്ചവടി പ്രവേശം അടുത്തത്. എന്നരുൾ ചെയ്തു ചെന്നു പുക്കിതു പഞ്ചവടി തന്നിലാമാറു സീത ലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു. ലക്ഷ്മണൻ മനോജ്ഞമായി പർണ പുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവും ഉണ്ടാക്കിനാൻ. അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ഇവിടെ പഞ്ചവടി ചെന്നിട്ട് സീത ലക്ഷ്മണ സമേത 3 പേരും ഒന്നിച്ച് സമേതനായി പർണശാലയൊക്കെ തീർത്ത് ആശ്രമമൊക്കെ തീർത്ത് ലക്ഷ്മണൻ മനോജ്ഞമായി പർണ പുഷ്പങ്ങൾ കൊണ്ട് തൽപ്പവും ഉണ്ടാക്കിനാൻ. അവർക്ക് കിടക്കാനും ഇരിക്കാനൊക്കെ എന്തെങ്കിലും വേണമല്ലേ, പർണ പുഷ്പങ്ങൾ കൊണ്ട് ഇലകളും അതൊക്കെ കൊണ്ടുവന്ന് വേണ്ടുന്ന തൽപ്പമൊക്കെ ഉണ്ടാക്കി. നമുക്ക് കട്ടിലോ ഒന്നും അവിടെ ഇല്ലല്ലോ, അപ്പോൾ അങ്ങനെ ഇരിക്കാനും കിടക്കാനൊക്കെ അതൊക്കെ അദ്ദേഹം ലക്ഷ്മണനാണല്ലോ ആ ജോലികളൊക്കെ ഭഗവാന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാനാണല്ലോ പുറപ്പെട്ടത്. ഉത്തമ ഗംഗാ നദിക്കുത്തര തീരെ പുരുഷോ ഉത്തമൻ വസിച്ചിതു ജാനകി ദേവിയോടും. അപ്പോൾ ഉത്തമ ഗംഗാ നദിക്ക് തീരത്ത് പുരുഷോത്തമനായ ഭഗവാൻ ശ്രീരാമൻ വസിച്ചു ജാനകി ദേവിയോടും കൂടി. കദളീപന സാമ്രാജ്യ അഖില ഫലവൃക്ഷാവൃത കാനനെ ജനസമ്പാദ വിനർജിതേ. അതായത് എന്തെല്ലാം ഫലവൃക്ഷങ്ങളുണ്ടോ അതെല്ലാം ഫലവൃക്ഷാവൃതം ആവൃതം കാനനത്തിൽ എന്തെല്ലാം ഉണ്ട് അത് മൊത്തം ആവൃതമായി ഉണ്ട്. കാനനത്തിൽ പല പല അഖില ഫലങ്ങളും എല്ലാം ഉള്ള വൃക്ഷങ്ങളെല്ലാം ഉണ്ട്. ജനസമ്പാദന വിനർജിതേ. ജനസമ്പാദ വിനർജിത വെച്ചാൽ ജനങ്ങളുടെ ജനത്തിരക്കില്ല, അവിടെങ്ങും ജനങ്ങളുടെ തിരക്കില്ലാത്ത സ്ഥലം. നീരുജസ്ഥലേ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ അതുപോലെ വാണാൻ. അതായത് സന്തോഷദായകമായ ദുഃഖമില്ലാത്ത സ്ഥലത്ത് അവിടെ ഒരു നീര് എപ്പോഴും നീര് എന്താ അതിന് പറയുന്നത്, വെള്ളത്തിൻ്റെ അംശം എന്താ വെച്ചാൽ ഗംഗയിൽ വെള്ളമാണ്, പക്ഷേ ഇതെല്ലാം കൊണ്ടും നീര് ഉള്ള സ്ഥലം, എപ്പോഴും ആരോഗ്യം ഉണ്ടാകുന്ന നല്ല പ്രത്യേകതയുള്ള, എപ്പോഴും എന്താ പറയുക, എപ്പോഴും ഒരു ഐശ്വര്യമായി നമ്മൾ ഈശ്വര കൃപ അവിടെ എല്ലാം കൊണ്ടൊരു പ്രത്യേകത ഉണ്ടാക്കുക. അതാണ് നീരുജ സ്ഥലേ. ഗംഗാതീരം എന്ന് വെച്ചാൽ നദി വെള്ളമുള്ള, പക്ഷെ അങ്ങനെ മാത്രമല്ല, എല്ലാം കൊണ്ടും അവിടെ നമുക്ക് സുഖവാസ കേന്ദ്രം, എപ്പോഴും വരണ്ടു പോകാത്ത സ്ഥലം, നമ്മുടെ ദേഹം വരണ്ടു പോകത്തില്ല, അത്ര ശോഭയുള്ള രീതിയിലുള്ള സ്ഥലം. നീരുജ സ്ഥലേ വിനോദിപ്പിച്ചു. അപ്പം അങ്ങനെയുള്ള ഒരു ഇതാകുമ്പോൾ എപ്പോഴും എന്താ പറയുക, ഉണർവുണ്ടായിക്കൊണ്ടിരിക്കും, ഒരിക്കലും മുരടിക്കത്തില്ല. അങ്ങനെയുള്ളൊരു സ്ഥലം വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ പോലെ. അയോധ്യയിൽ എത്രമാത്രം ആനന്ദത്തിൽ കഴിഞ്ഞു അതുപോലെ തന്നെയാണ് അതുപോലെ വാണാൻ. ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ. പല രീതിയിൽ ഫലമൂലാദികൾ, അതായത് ഒരുപാട് രീതിയിൽ പല രീതിയിൽ ഫലവും ഇത് കിടപ്പുണ്ട്. അപ്പോൾ ഫലവും എന്നുള്ളതിന് പല രീതിയിലുള്ള പഴവർഗ്ഗങ്ങളും എല്ലാം ഫലമൂല, അത് പണത്തിൻ്റെ ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം ദിവസേന പല രീതിയിൽ, അതാണ് ഫലവും. അതുകൊണ്ട് ഫലവും വെച്ചാൽ ഫലമെന്നല്ല അതിൻ്റെ അർത്ഥം, അത് ആദ്യമേ നമ്മൾ പറയും. ഫലമൂലാദികൾ വെച്ചാൽ പഴവർഗ്ഗങ്ങൾ, അത് ഈ അനുജനായ ലക്ഷ്മണൻ ദിവസേന ദിനം പല രീതിയിൽ കൊണ്ടുവന്ന് കൊടുക്കും. പല രീതിയിലുള്ള ഫലങ്ങൾ, പിന്നെ ആഹാരങ്ങൾ കൊണ്ടുവന്ന് പ്രീതിയോടെ സന്തോഷത്തോടെ കൊണ്ട് അനുജൻ പോയി കൊണ്ടുവന്ന് കൊടുക്കും. രാത്രിയിൽ ഉറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്തയാ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ. അതായത് വില്ലും അമ്പൊക്കെ എടുത്ത് കൈ വെച്ചുകൊണ്ട് രാത്രി സുഖമായി സീതയും ശ്രീരാമനും ഉറങ്ങട്ടെന്ന് കരുതി കാവൽ നിൽക്കും ലക്ഷ്മണൻ. അല്ലാതെ എങ്ങനെ വിശ്വസിച്ച് കിടന്നുറങ്ങും, വനമല്ലേ. അതുകൊണ്ട് രാത്രി ഉറങ്ങാതെ നിൽക്കും ലക്ഷ്മണൻ, ചാപബാണമൊക്കെ ധരിച്ചുകൊണ്ട് രക്ഷാർത്ഥമായി അവരെയൊക്കെ രക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഭക്തിയോടെ നിൽക്കും. ആരാണ്? ലക്ഷ്മണൻ. സീതയെ മധ്യയാക്കി മൂവരും പ്രാതക്കാലേ ഗൗതമി തന്നിൽ കുളിച്ച് അർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും. വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം. വാരം വെച്ചാൽ ആഴ്ച എന്ന അർത്ഥം തോന്നുന്നു, അർത്ഥമില്ല. വാരം അത് ആഴ്ചയാണ്, ദിനമാണ് ദിവസം. വാരം എന്ന് പറഞ്ഞാൽ ഒരു വാരം പോയിന്ന്, ഒരാഴ്ച പോയിന്ന് പണ്ട് അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ജ്യോത്സ്യത്തിലൊക്കെ പഠിക്കാനുള്ളതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ അറിയാം. അതുകൊണ്ട് പിന്നെ ഒരു അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. അപ്പം വാരം അതായത് ഇങ്ങനെ ഗൗതമി ആ നദീതീരത്തിൽ സീത
മധ്യയാക്കിയിട്ട് ഈ മൂവര് പോകുമ്പം നടുക്ക് നിർത്തി നടക്കും സീതയെ. അപ്പുറം ഇപ്പുറം ഇവർ രണ്ടുപേരും നിൽക്കും. അങ്ങനെ പ്രാതകാലേ പോകും ഈ കുളിക്കാൻ നദിയിൽ, ഗൗതമി തന്നിൽ ആ നദിയിൽ പോയി കുളിച്ച് അർഘ്യമൊക്കെ കഴിച്ച് പോരുമ്പോൾ തിരിച്ചു വരുമ്പോൾ സൗമിത്രി, അതായത് സൗമിത്രി വെച്ചാൽ ലക്ഷ്മണൻ പാനീയവും കൊണ്ടുപോരും. അതും പാത്രത്തിലാക്കി ചുമന്നുകൊണ്ട് വരുന്നത് ഈ ലക്ഷ്മണനാണ്. വാരം ആഴ്ച തോറും ആഴ്ച തോറും പ്രീതി പോണ്ട് അങ്ങനെ വാഴും കാലം. അതാണ് ലക്ഷ്മണൻ്റെ ജോലി. ഫലമൂലാദികളൊക്കെ കൊണ്ടു കൊടുക്കുക, പല 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 രീതിയിലുള്ള പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങളൊക്കെ ഇവിടെയൊക്കെ നോക്കി അതൊക്കെ കണ്ടു കൊടുക്കുക. പാനീയങ്ങൾ ആഴ്ച തോറും പോയി വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള ജോലികളാണ്. അദ്ദേഹം നിന്നിട്ട് രാത്രി ഉറക്കൊഴിഞ്ഞ് അവരൊക്കെ കാവലായി അവരെ സൂക്ഷിച്ച് രാത്രി അവർ ഉറങ്ങിക്കോട്ടെന്ന് കരുതി രക്ഷാർത്ഥമായി നോക്കി നിൽക്കും. ലക്ഷ്മണന് ഇനി ഉപദേശം കൊടുക്കുന്നതാണ്. ലക്ഷ്മണൻ ഭഗവാനോട് ചോദിക്കുന്നതാണ്, നമ്മളൊക്കെ ഓരോരുത്തരും പറഞ്ഞില്ലേ എനിക്കും മോക്ഷമാർഗത്തിലേക്കൊക്കെ കടക്കണം എന്ന് ചിന്തിക്കുന്നവർ കാണുമല്ലോ. അതുപോലെ ഇവിടെ ലക്ഷ്മണൻ്റെ ഉപദേശം കൊടുക്കുന്നതാണ്. ലക്ഷ്മണനൊരു ദിനം ഏകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാനിതനായി ചൊന്നാൻ. ഭഗവാന്റെ പാദത്തിൽ വീണ് കൂപ്പിയിട്ട് പറയുന്നു. എന്താ പറയുന്നത്? ലക്ഷ്മണൻ ഒരു ദിനം ഏകാന്തേ ഭഗവാനോട് ഒറ്റയ്ക്ക് ചെന്ന്, ശ്രീരാമനടുക്കെ ലക്ഷ്മണൻ ഒറ്റയ്ക്ക് ചെന്ന് ചോദിക്കുന്നത്. ഏകാന്തമായി ഇരിക്കുന്ന സമയത്ത് മറ്റൊന്നും ചിന്തിക്കാതെ ഏകാന്തതയിൽ ഇരിക്കുമെന്ന് പറയത്തില്ലേ, അപ്പോഴും ലക്ഷ്മണൻ ചെന്ന് ചോദിക്കുക ശ്രീരാമദേവനോട് പറയുന്നു. ഭഗവാനെ തൃക്കഴൽ കൂപ്പി വിനയാനിതനായി പറയുന്നു ചൊന്നാൻ. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനേ, ഭക്തനാം അടിയനോട് അജ്ഞാനം നീങ്ങും വണ്ണം. അജ്ഞാനം മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തി വർദ്ധിച്ചിട്ട് വേണ്ടുന്നത് ചെയ്യാം. അജ്ഞാനം ഉള്ളിടത്ത് ഒരിക്കലും ഈശ്വരകൃപ വരത്തില്ല. നമ്മുടെ ഉള്ളിൽ അജ്ഞാനം മാറണം. അല്പം പോലും അജ്ഞാനം പാടില്ല. എന്നാലേ അവിടെ ആ സ്ഥലം, അതായത് ശുദ്ധമായ പാത്രത്തിലെ പാലൊഴിച്ചാൽ പിരിയാതിരിക്കുക. അതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ അജ്ഞാനം പാടില്ല ഒരു കാരണവശാലും. ശരീരം കൊണ്ട് ചിലരുടെ ശരീരത്തിനൊക്കെ എന്തൊക്കെയാ ഒരുക്കം, അങ്ങനെയൊക്കെ ഒരുങ്ങുന്നതൊക്കെ എന്താ അതൊക്കെ അപ്പം അതിലേക്കല്ലേ നമ്മുടെ ശ്രദ്ധ പോകുന്നത്. ഭഗവാനുള്ള ശ്രദ്ധയുള്ളവർ ശരീരത്തെ എന്തെങ്കിലും വസ്ത്രങ്ങളൊക്കെ ധരിക്കും, എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് ഉള്ളതൊക്കെ ധരിക്കാം. പക്ഷെ അതിലേക്ക് മനസ്സ് പോകാതിരുന്നാൽ മതി. എന്തും ആഭരണങ്ങൾക്ക് എല്ലാം ഇടാം. പക്ഷേ ഇതൊക്കെ ഞാൻ ഇട്ട് ഇങ്ങനെയാന്നുള്ള ചിന്ത പോകരുത്. ആ ചിന്ത പോകുമ്പോൾ ലൗകികത്തിലേക്ക് പോകും. അപ്പോൾ അവിടെ ആത്മീയത്തിലേക്കുള്ള ഇത് വരത്തില്ല. അതുകൊണ്ടാണ് മറ്റൊന്നിലേക്കും ഭ്രമിക്കരുതെന്ന് പറയും. എല്ലാം നമുക്ക് എത്രത്തോളം ആഡംബരങ്ങളെല്ലാം കാണിക്കാം, എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യാം. പക്ഷേ നമ്മുടെ മനസ്സ് അതിലേക്ക് പോകാൻ പാടില്ല. നമുക്ക് സ്വർണ്ണങ്ങളോ ആഭരണം എല്ലാം അണിയൊക്കെ ചെയ്യാം. മനസ്സിൽ നമ്മുടെ ദേഹത്ത് മണ്ണാണ് ഇരിക്കുന്നത്. ഒരു സ്വർണ്ണമാല ഇട്ടാൽ അത് മണ്ണിൻ്റെ മനസ്സ് പോലെ ഒരു മണ്ണുകൊണ്ട് അണിയിച്ചൊരു മാലയ്ക്ക് നമുക്ക് എന്താ ഉള്ളത്, അത്രേ നമ്മുടെ മനസ്സിൽ കാണാവുന്നേ ഉള്ളൂ. എന്തുണ്ടെങ്കിലും നമുക്ക് ഇരുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ മനസ്സ് അങ്ങനെ ആവാതിരിക്കാനെല്ലാം ഉപേക്ഷിക്കുന്നത്. ചിലർക്കിത് ഇതൊന്നും മാറത്തില്ല. ഈ അഹം എന്നുള്ള ഞാൻ എന്നുള്ളൊരിത് മാറത്തില്ല. അങ്ങനെയുള്ളവരാണ് ഇതെല്ലാം വാരി ഇടുന്നതൊക്കെ. നല്ല ഡ്രസ്സൊക്കെ ഇവിടെ നമുക്ക് എന്തെല്ലാം നല്ല നല്ല ഡ്രസ്സുകൾ, പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇടും, എല്ലാം ഉപയോഗിക്കും. അതിലൊന്നും ഒരു തെറ്റുമില്ല. നമുക്ക് എല്ലാ രീതിയിലും നടക്കാം. മനസ്സതിലോട്ട് പോകാതിരുന്നാൽ മാത്രം മതി. അതുകൊണ്ട് ഭഗവാനെ എനിക്ക് മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം. ഭക്തനാ അടിയനോട് എന്തിനാ? അജ്ഞാനം നീങ്ങും വണ്ണം, എൻ്റെ ഉള്ളിൽ അജ്ഞാനം മാറണം. അതിനുവേണ്ടി എനിക്ക് അങ്ങയുടെ മുക്തിമാർഗത്തെ അരുൾ ചെയ്തു തരണമേ എന്ന് പറഞ്ഞു. ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാർ അരുൾ ചെയ്തിടണം. ജ്ഞാന വിജ്ഞാന ഭക്തി, വിജ്ഞാനം എന്ന് വെച്ചാൽ പരമാത്മാവിലേക്കുള്ള അറിവാണ്. അത് ആ ജ്ഞാനം അത് ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം, അതായത് അടയാളം, ലക്ഷണം, ചിഹ്നം. എന്താണ് ഭക്തിമാർഗത്തിലേക്ക് വേണ്ടുന്ന അടയാളങ്ങളൊക്കെ, അതാണ് ചിഹ്നങ്ങളൊക്കെ. മാനസാനന്ദം, മനസ്സിന് ആനന്ദം വരുവണ്ണം അരുൾ ചെയ്തിരണം. എൻ്റെ മനസ്സിന് സന്തോഷവും ആനന്ദം ഉണ്ടാകണം. അതിനുവേണ്ടി എനിക്ക് പറഞ്ഞു തരണം. എൻ്റെ ഉള്ളിലെ അജ്ഞാനം മാറണം. അജ്ഞാനം മാറിയെങ്കിലേ ആനന്ദം അനുഭവിക്കുകയുള്ളെന്ന് വിദ്വാൻമാർക്ക് അറിയാം. അത് വന്നല്ലാതെ നമുക്ക് ആനന്ദം കിട്ടുകയില്ല. നമുക്ക് എപ്പോഴും എന്ന് വെച്ചാൽ മനസ്സിൽ എപ്പോഴും ഇരിക്കുന്ന ഇപ്പോൾ ചിലർ അറിഞ്ഞ് നന്നായി പാട്ട് പാടാനോ വായിക്കാനോ അറിയാം, പക്ഷെ ചെയ്യത്തില്ല. ഒരുപാട് പേര് പണ്ട് സംഗീത കച്ചേരിയൊക്കെ പാടിയവരൊന്നും നമ്മൾ ഇന്ന് വരെ അവരുടെ ഒന്നും പാട്ട് പിന്നെ കേട്ടിട്ടില്ല. എന്താ കാരണം? അവർക്ക് തന്നെ ഉറപ്പില്ല. ചിലപ്പം കൊള്ളാതെ ആയിപ്പോയാലോ, സൗണ്ട് ഒന്ന് അലറി. നമ്മൾ പ്രായമൊക്കെ ആകുമ്പോൾ നമ്മുടെ സൗണ്ടൊക്കെ ഞാൻ എത്ര ഒക്കെ ആക്കിയിട്ട് അതൊക്കെ ചെല്ലുന്നത്. എനിക്കതിന് അജ്ഞാനമില്ല.
ആരെന്തോ പറയട്ടെ, അവർ ഇന്നില്ലാതിരുന്നതൊക്കെ പറയുന്നത്, പക്ഷേ അതാ ചുമയും കുരയൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കതിലൊന്നുമില്ല. എനിക്ക് എൻ്റെ ഭഗവാനെ ഒരു വരിയെങ്കിലും പാടി എന്ന ആ ഒരു മനസ്സാ, അതാണ് അജ്ഞാന മാർഗം എന്ന് പറയുന്നത്. ചിലർ ഒന്നും പാടത്തുമില്ല പറയത്തുമില്ല, മറ്റുള്ളവരെ എന്തോ ഒരു ഞാൻ എന്താ എന്നുവെച്ചാൽ അവരുടെ മുമ്പ് ഞാനങ്ങ് ഏതാണ്ടാണെന്ന് അവരുടെയൊക്കെ മനസ്സിരിക്കും. അപ്പോൾ അവിടെ പാടി ഒന്ന് തോറ്റുപോയാൽ എന്ത് ചെയ്യും? അതൊക്കെയാണ് ഈ അജ്ഞാനം എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഇപ്പം ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് പോലും മറ്റുള്ളവർ കേൾക്കുകയല്ല. എനിക്ക് ഭക്തിയൊക്കെ ഉണ്ടെന്ന് പലരും ഇതുപോലെ പറയും, പക്ഷേ ആരും കേൾക്ക അജ്ഞാനം, ആരും കേൾക്ക നാമം ചെല്ലത്തില്ല. കേട്ടുപോയാൽ അത് ചിലപ്പം ഈണമൊത്തില്ലെങ്കിലോ മറ്റോ കേട്ടാൽ കൊള്ളത്തില്ലെങ്കിലോ ചിലപ്പോൾ അക്ഷരപ്പശകുണ്ടെങ്കിലോ ഈ ഒരു അജ്ഞാനം മാറണം. നമുക്ക് എന്ത് തെറ്റോ വരട്ടെ, ആ പൂന്താനത്തിനൊക്കെ നമുക്ക് എന്താ എത്ര ഭക്തനാ, അപ്പം നമുക്ക് ഭക്തി മതി. ആരെന്തോ പറയട്ടെ, നമുക്ക് ഈശ്വരനെ സന്തോഷമായിട്ട് പ്രാർത്ഥിക്കണം, മനസ്സിന് ആനന്ദം ഉണ്ടാകണം. അതിന് അറിവൊന്നും വേണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാകും. എന്താ കാരണം? നമ്മുടെ ഹൃദയം അത്ര ശുദ്ധമാണ്. ആര് കേട്ടാലും, എൻ്റെ മക്കൾ പണ്ട്, എൻ്റെ മോനാണ് കൂടുതലും, ഞാനിവിടെ നിന്ന് നന്നായി ഇവിടെ എല്ലായിടം കേൾക്കത്തൊക്കെ അന്നെനിക്ക് നല്ല സൗണ്ട് ഉറക്കെ പോകും. എനിക്ക് അങ്ങനെ ഒരു കൂസലൊന്നുമില്ല, ഞാനങ്ങനെ അങ്ങ് സ്തുതിച്ച് ആനന്ദിക്കും. ഇവിടെ ആനന്ദത്തിൻ്റെ മുമ്പിൽ വല്ലവരുടെയും കാര്യം ഞാൻ കേൾക്കണോ? ഒരിക്കലില്ല. എനിക്ക് എൻ്റേതായ ആനന്ദം എനിക്കിഷ്ടം. അപ്പോൾ എൻ്റെ മോൻ പറയും വലിയ ആൾ പോന്നമ്മ എന്ന് പറയും. എനിക്കതിലങ്ങ് യാതൊരു അന്നേ ഇല്ല. അതുകൊണ്ടാണ് എൻ്റെ ഭഗവാന് ഇത്രത്തോളം, ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞാലും തെറ്റ് പറയാനും ഭഗവാന് ഒരു കുഴപ്പമില്ലെന്ന് എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് മാനസാനന്ദം പരിമാറാറ് ചെയ്യണം, നമ്മുടെ അജ്ഞാനം മാറണം. ആരുടെ മുമ്പിലും കൂസാതെ അങ്ങ് ചൊല്ലണം, എന്തായാലും തെറ്റെങ്കിൽ തെറ്റട്ടെ. അത് എനിക്ക് അറിയത്തില്ലെന്ന് എനിക്ക് തന്നെ അറിയാമല്ലോ. പിന്നെ ആര് പറയാൻ നമുക്ക് വിശ്വസിച്ചാൽ എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് അവർ പറയുന്നത്, അവർ പറയും ശരിയാ എന്ന് നമുക്ക് പറഞ്ഞാലെന്താ, നമുക്കത് അനുഭവിച്ചാലെന്താ? അപ്പോൾ നമ്മുടെ അജ്ഞാനം അങ്ങ് പോകുമല്ലോ. ആരുടെ മുമ്പിലും ഒന്നും വേണ്ട, ബെല്ലും ബ്രേക്കും ഒന്നും വേണ്ട. ഈ ബെല്ലും ബ്രേക്കും വെക്കുന്നത് എന്താ? അജ്ഞാനം കൊണ്ടാണ്. അത് മാറി അല്ലാതെ ഈശ്വരപ്രകാശം നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉദിക്കത്തില്ല. അത് അച്ചട്ടായ കാര്യമാണ്. അതുകൊണ്ടാണ് ആർക്കും ഈശ്വരകൃപ ഉണ്ടാകാത്തതും. എത്രത്തോളം പാടിയും പുകഴ്ത്തിയൊക്കെ ചെയ്യും, പക്ഷേ അരഭക്തിയേ ഉള്ളൂ. ഫുൾ ഭക്തി വരണമെങ്കിൽ അജ്ഞാനം കൂടെ മാറണം. അതുകൊണ്ട് ഇവിടെ ലക്ഷ്മണൻ പറയുന്നു, ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മനസാനന്ദം പരിമാറാറ് ചെയ്തു തരണം എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ ഒരു ഭക്തനാവുക. ഭഗവാനോട് എന്തും നമുക്ക് പറയാം. അതാര് കേട്ടാലും അതിലും ഭഗവാനല്ലേ വസിക്കുന്നത്. അജ്ഞാനികളാണല്ലോ പറയുന്നത്, അല്ലാതെ ആരും പറയത്തില്ല. ഒരു ഭക്തൻ നമുക്ക് ഇഷ്ട രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അജ്ഞാനികളെ പറയുള്ളൂ അവർ പാടിയിട്ടൊക്കെ ഇതാ ഇതുപോലെ ഇരിക്കുന്നു എന്ന്. അത് അറിവുള്ളവരാരും പറയത്തില്ല. കാരണം അറിഞ്ഞവരാരാ ഉള്ളേ? എല്ലാവർക്കും തെറ്റുണ്ട്. ആരും അങ്ങേയറ്റത് ആരും ഇല്ല, ഒരിക്കലും ഉണ്ടാവത്തും ഇല്ല. അത് ഈശ്വരന് മാത്രമേ എല്ലാ കഴിവുമുള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ മതി. മറ്റോട് പറഞ്ഞാൽ നമുക്കെന്താ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവല്ലേ, നമുക്കെന്തിനു നാണിക്കണം? ആ ഒരു ചിന്ത നമുക്ക് വരുത്തൂ എന്നാണ് എൻ്റെ മക്കളോട് ഞാൻ പറയുന്നത്. എന്താ കാരണം? നമ്മൾ എത്ര നാൾ ഭജിച്ചാലും അനുഭവത്തിൽ അത് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ള് ശുദ്ധമാവണം. ഒന്നുകൊണ്ടും അജ്ഞാനം പാടില്ല. ഞാനെന്ന് അതൊന്നും ആ മമത അങ്ങനെയുള്ള ഒക്കെ മാറ്റണം. അതുകൊണ്ട് ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ലിവയെല്ലാം. ലക്ഷ്മണൻ പറയുക, പരമാത്മാവായ ശ്രീരാമനല്ലാതെ നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ശ്രീരാമൻ അത് കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദം അരുൾ ചെയ്തതോ വഴി പോലെ. ലക്ഷ്മണൻ പറഞ്ഞു, ഇതുപോലെ ഭഗവാന്റെ കഥകൾ, ഈ ഉപദേശങ്ങൾ, നേരായ മാർഗങ്ങൾ, ചിഹ്നങ്ങളും ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യം. ഇത് വൈരാഗ്യം വെച്ചാൽ എന്താണ്? ആരെയും അടിച്ചു കൊല്ലാനുള്ള വൈരാഗ്യമല്ല. നമുക്ക് വേണ്ടാത്തടത്ത് പോകാനോ കാണാനോ കേൾക്കാനോ ഒന്നും ചെയ്യത്തില്ല. അതൊരു വൈരാഗ്യമാവണം. എന്ത് കഴിക്കത്തില്ല എന്ന് വെച്ചാൽ അത് നമ്മുടെ മനസ്സിൽ പോലും ചിന്തിക്കേണ്ട കാര്യം. എന്ത് കാണണ്ടെന്ന് വെച്ചാൽ അങ്ങനെ, അതൊക്കെയാണ് വൈരാഗ്യം. അല്ലാതെ ചിലർ പറയും വൈരാഗ്യം എന്തോ അല്ലെങ്കിൽ അടിച്ചു കൊല്ല, അത് മാത്രമല്ല. ഇങ്ങനൊരു വൈരാഗ്യം ഈശ്വരനെ അറിയണമുള്ള അത് ഒറ്റ ചിന്ത, ഒരു നിഷ്ഠ. ആ നിഷ്ഠയിൽ നമ്മൾ മറ്റെല്ലാം ത്യജിക്കണം. എനിക്കങ്ങനെ ഒന്നും നിഷ്ഠയായിട്ട് ത്യജിക്കേണ്ടി വന്നില്ല. ഞാൻ അറിയാതെ സംഭവിച്ചതാ മൊത്തം. ഒന്നും എനിക്ക് ഇത് ഞാൻ ത്യജിക്കണം ഇന്നത് എങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം എനിക്ക് പണ്ടേ ഒന്നിലും ഭ്രമമില്ലായിരുന്നു. എന്തൊക്കെ നമ്മുടെ ഡ്രസ്സ് ചെയ്താലും എങ്ങനെയൊക്കെ ഒരിക്കലും അതിലേക്ക് എനിക്ക് ഭ്രമമില്ലായിരുന്നു. അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ വേണ്ടേ നമുക്കത്. ഇപ്പം മത്സ്യം തന്നെ ഞാൻ അറിയാതെ, അതാണല്ലോ എല്ലാവർക്കും പാട് മാറ്റാൻ ആഹാരത്തിൽ. എനിക്ക് അതിലങ്ങ് യാതൊരു വിഷമവും ഉണ്ടായില്ല. ഞാൻ അറിയാതെ തന്നെ അതങ്ങ് നിന്ന്. അയ്യോ എനിക്കത് മാറ്റിയേ പറ്റൂ, മാറ്റിയവിടെ അങ്ങനെ വിഷമമേ ഉണ്ടാകും, ചിന്തിച്ചിട്ട് പോലുമില്ല. തനിയെ അതങ്ങ് മാറി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഭഗവാനും നമുക്ക് കൂട്ടു നിൽക്കും, നമ്മുടെ ഉള്ള അറിയാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആരും നെന്തിരുവടി ഒഴിഞ്ഞില്ല
ഇവയെല്ലാം നേരോടെ. അപ്പം ഇന്ന് പല പല മക്കളും പറയുന്നത് യഥാർത്ഥമായി പറഞ്ഞു തരുന്ന ഗുരുക്കന്മാർ ആരെയും കിട്ടുന്നില്ല ഈ വന്ന കാലത്ത്. അതുപോലെ ലക്ഷ്മണനും പറയുന്നു, നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലത്തിൽ, ഈ ഭൂമിയിൽ ശ്രീരാമനല്ലാതെ അങ്ങല്ലാതെ മറ്റാരുമില്ല എന്നാണ് ഇവിടെ ലക്ഷ്മണൻ പറയുന്നപ്പോൾ അത് ശ്രീരാമൻ അത് കേട്ട് ലക്ഷ്മണൻ തന്നോട് അപ്പോൾ ആരൂഢാനന്ദം അരുൾ ചെയ്തത് വഴി പോലെ. അപ്പം അത്രയും കേട്ടപ്പോൾ സന്തോഷമായി ശ്രീരാമന്. അപ്പം ജ്ഞാനം കിട്ടാനുള്ള ഒരു മാർഗം ഭഗവാൻ ശ്രീരാമൻ്റെ ഉണ്ട് എന്ന് ലക്ഷ്മണൻ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ആനന്ദമല്ലേ. അതുകൊണ്ട് ഇതുപോലെ നേരോടെ പറഞ്ഞിരുന്ന നല്ല യഥാർത്ഥ ഗുരുക്കന്മാരാരും ഈ ഭൂമണ്ഡലത്തിലില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഭഗവാൻ വഴിപോലെ പറയുകയാണ്, കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാ ഉപദേശം എന്നാ നീ കേൾക്കൂ. അതിഗുഹ്യമായിരിക്കുന്ന അത്രമാത്രം രഹസ്യം ഗൂഢമായിരിക്കുന്ന ഉപദേശം കേട്ടോളം തീർന്നു കൂടും വികല്പഭ്രമമെല്ലാം. കേൾക്കും തോറും നമ്മുടെ വികല്പഭ്രമങ്ങളെല്ലാം തീരും. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവാൻ അൻപോട് പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. അതുകൊണ്ട് കേട്ടാലും അതിഗുഹ്യമായിരിക്കുന്ന ഉപദേശം, അത് രഹസ്യമായിരിക്കുന്ന ഗൂഢമായിരിക്കുന്ന ഈ ഉപദേശം കേട്ടോളം നീ കേൾക്കും തോറും നിന്റെ വികല്പഭ്രമമെല്ലാം തീരും. അപ്പോൾ മുമ്പിനാൽ ആദ്യമേ മായാസ്വരൂപത്തെ, മായ ആകുന്ന സ്വരൂപം, ആ ഭഗവാന്റെ മായയാണ് പ്രപഞ്ചം, ആ സ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവാൻ അൻപോട് പിന്നെ അപ്പോൾ സന്തോഷത്തോടെ പിന്നെ ഞാൻ ജ്ഞാനസാധനം, കാരണം അറിവിൻ്റെ സാധനം ചൊല്ലാമല്ലോ. ആദ്യമേ മായാസ്വരൂപത്തെ ചൊല്ലിയിടുവാൻ, അതിനുശേഷം ഞാൻ നിനക്ക് ജ്ഞാനസാധനം അറിവിൻ്റെ സാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയ ആത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ. വിജ്ഞാനസഹിതമാം പരമാത്മാവിനെ അറിയാനുള്ള വിജ്ഞാനമാകുന്ന അറിവ്, ആ ജ്ഞാനം ചൊൽവാൻ പിന്നീട്. അപ്പോൾ ആദ്യം മായാസ്വരൂപത്തെ പറഞ്ഞുതരാം, പിന്നെ ജ്ഞാനസാധന അറിവിൻ്റെ അത് പറഞ്ഞുതരാം, പിന്നെ വിജ്ഞാനസഹിതമായിരുന്ന ജ്ഞാനവും അത് ആത്മീയപരമായിരിക്കുന്ന ജ്ഞാനവും ചൊൽവാൻ പിന്നെ വിജ്ഞേയം ആത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ. ഇത്രയും ഭഗവാൻ അവസാനം വിജ്ഞേയം ആത്മസ്വരൂപത്തെയും, നമ്മളെല്ലാം ഉള്ളിലിരിക്കുന്ന പരമാത്മസ്വരൂപമുണ്ട്, അതും അറിയാമെടോ. അപ്പം യഥാർത്ഥം അറിഞ്ഞറിഞ്ഞ് വരുമ്പം ആത്മസ്വരൂപം നമ്മൾ തന്നെയാണ്. അതെല്ലാം ഭഗവാൻ ഓരോന്നോരോന്നായി പറഞ്ഞു തരാമെടോ എന്ന് പറഞ്ഞു. നമുക്കിനി അടുത്ത പ്രാവശ്യം വായിച്ചൂടെ ബാക്കി. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.